ഹലോ ഓൾ, ഞാനിപ്പം ഇന്ന് വേറൊരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. മെഹന്തി സ്റ്റിക്കറാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണിത്. ഇതിന് ജസ്റ്റ് 81 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 8 സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ മെഹന്തി സ്റ്റിക്കർ എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിങ്ങനെ പൊളിച്ചെടുക്കണം ഇത്. ഓക്കെ, ഞാനിതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് മൈലാഞ്ചിയാണ്. ഓക്കെ, നമുക്കിങ്ങനെ എല്ലായിടത്തും ഇട്ട് കൊടുക്കണം. യൂസ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ വിരലുകളിൽ ഇടാനൊന്നും ഞാൻ അധികം സ്റ്റിക്കർ വാങ്ങിയില്ല കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു സ്റ്റിക്കർ മാത്രമേ വാങ്ങിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ വിരലൊക്കെ ഒന്ന് ജസ്റ്റ് ഇടുകയാണ്. അപ്പം നമുക്ക് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് ഡ്രൈ ആയി ഡിസൈനൊക്കെ വന്നാൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് പൊളിച്ച് കാണിക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സൊക്കെ ഉള്ളത് നല്ല കാര്യമാണ് ശരിക്കും. കാരണം നമുക്ക് ഇതേപോലെയൊക്കെ നല്ല നല്ല ഡിസൈൻസ് ഇടാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ ഡിസൈൻ നന്നായിട്ട് ഇഷ്ടമായി. എനിക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഞാനിത് കഴുകി കളഞ്ഞു. ഇതിൽ കുറച്ച് എണ്ണയോ ഓയിലോ എന്തെങ്കിലും തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നല്ല ഡാർക്ക് കളറിൽ വരുന്നത് എനിക്കറിയാം. അപ്പം ഇതാണ് ഫൈനൽ ടച്ച്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.